ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വചനം പഠിക്കുവാനായിട്ട് കടന്നു വരുവാൻ തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3 ക്ലാസ്സുകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയത്തെ തുടർന്ന് തന്നെ ഇന്ന് 4ാമത്തെ ക്ലാസ്സിലേക്കും ആ വായിച്ച വാക്യത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. ഈ സീരീസിന്റെ ഈ ക്ലാസ്സോടുകൂടി ഈ സീരീസ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എന്നിരുന്നാലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ തുടർന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്പമായിട്ടൊക്കെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ആഴമായിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആ നിലയിൽ സഹായിക്കുമാറാകട്ടെ. നമുക്ക് തീത്തോസിന്റെ ലേഖനത്തിലേക്ക്, അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം 2-ാമത്തെ അധ്യായം, അതിന്റെ 9-10 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്നുകൂടി വായിക്കാം. 9-ാമത്തെ വാക്യം: ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക. നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യം, ഒരു ദാസൻ അല്ലെങ്കിൽ ദാസി അവരുടെ മനോഭാവം ഏതൊക്കെ നിലയിൽ ആയിരിക്കണം എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. പ്രധാനമായിട്ടും നമ്മൾ എഫെസ്യർ ലേഖനത്തിൽ നിന്നും 1-2 വാക്യങ്ങൾ അതിനെ ആസ്പദമാക്കി ചിന്തിച്ചു. ഏകമനസ്സ്, ഏകസ്നേഹം, ഐക്യത എന്നീ 3 കാര്യങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും എടുത്ത് ചിന്തിക്കുകയുണ്ടായി. അത് ഉദാഹരണമായിട്ട് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിച്ചത് ആദിമസഭയിലെ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ ഏകമനസ്സ്, ഏകസ്നേഹം, ഐക്യത ഇത് എങ്ങനെയായിരുന്നു എന്നുള്ള നിലയിൽ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ചുരുക്കം കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ദാസൻ എന്ന നിലയിൽ അവന്റെ ജീവിതത്തിൽ അവൻ ഏതൊക്കെ നിലയിൽ ദൈവത്തിന് പ്രസാദമുള്ളവൻ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏതൊക്കെ നിലയിൽ അവൻ വിശ്വസ്തത കാണിക്കണം എന്നുള്ള നിലയിൽ ചുരുക്കമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അതിൽ നിന്നും ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വയ്ക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോട് കൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടി പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ വായിച്ച വാക്യത്തില് ഒരു ദാസൻ ഏതൊക്കെ നിലയിൽ അവൻ വിശ്വസ്തൻ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇതിൽ വായിച്ചത്. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയായിട്ട് ഇരിക്കുന്ന കാര്യവും നമുക്ക് അറിയാമല്ലോ. ഇതിൽ നിന്ന് നമ്മൾ അനേക കാര്യങ്ങൾ ദൈവാത്മ പ്രേരണയിൽ ചിന്തിക്കുകയും ആ നിലയിൽ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ വായിച്ച വാക്യത്തിൽ, അല്ലെങ്കിൽ ഈ വായിച്ച ഈ 5-6 വാക്യങ്ങളിൽ ഇതേ വാക്യങ്ങൾ തന്നെയാണ്, ഉപമ തന്നെയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലും എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും ദാസനെ പറ്റി, ആ ദാസൻ വിശ്വസ്തനായിരുന്ന ഇതേ കാര്യം, ഇതേ ഉപമ തന്നെയാണ് ആ സുവിശേഷത്തിലും എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ പറയുന്ന 1-2 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 3 കൂട്ടരെ കുറിച്ച് ഈ വായിച്ച വാക്യത്തിൽ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഇവിടെ കാണുന്നത് ഒരു യജമാനനെ കാണുവാൻ സാധിക്കും. രണ്ടാമതായി ദാസൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ദാസനെ കാണുവാൻ സാധിക്കും.
മൂന്നാമത് ഭവനക്കാർ അല്ലെങ്കിൽ വീട്ടുകാർ, ഒരു കൂട്ടരെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 3 നിലയിലുള്ള കൂട്ടരെ ഈ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രധാനമായിട്ട് ഈ വായിച്ച വേദവാക്യത്തിൽ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ആരാണ് വിശ്വസ്തനും ബുദ്ധിമാനുമായിട്ടുള്ള ദാസൻ? അത് നമുക്കറിയാം. ആ വായിച്ച വാക്യത്തിൽ ഒരു ചോദ്യത്തോടു കൂടിയാണ് അവിടെ അവസാനിക്കുന്നത്. ഒരു ചോദ്യമായിട്ട് തന്നെ ഇരിക്കുന്നു. ആരാണ് ബുദ്ധിമാനും അല്ലെങ്കിൽ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഈ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ആൻസർ, അതിന്റെ മറുപടി തന്നെ തൊട്ട് താഴത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച. അപ്പോൾ ഈ വാക്കുകൾ, ഈ പദപ്രയോഗങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരെന്ന് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച. അപ്പോൾ യജമാനൻ അവരുടെ മേൽ ആക്കി വെച്ച ഒരു ദാസനെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ഉപമയിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഈ യജമാനൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഇവിടെ കാണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ദാസൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സഭയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഈ ദാസൻ എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും അവിടെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് പറയുന്നത് അവിടെ ദാസൻ എന്നുള്ള പദപ്രയോഗം. പിന്നെ വേറൊരു കൂട്ടുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അവിടെ വീട്ടുകാർ എന്നുള്ള ഒരു പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പുതിയ നിയമത്തിൽ പല ഭാഗത്തും ഈ വീട്ടുകാർ അല്ലെങ്കിൽ ഭവനം, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന ദൈവഭവനക്കാർ എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അത് ദൈവത്തിന്റെ സഭയെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെയും കുറിച്ച് പറയുന്ന ഒരു പദപ്രയോഗമായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ പല വേദഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാം. 3 കൂട്ടരെ കുറിച്ച് ഇവിടെ കാണുന്നു. യജമാനൻ, ദാസൻ, വീട്ടുകാർ എന്നീ 3 കൂട്ടരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യജമാനൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും, ദാസൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ദാസൻ എന്നുള്ള ഒരു പദപ്രയോഗം അവിടെ കാണിച്ചിരിക്കുന്നു. വീട്ടുകാർ എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഉപമയിൽ കൂടി നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അത് ദൈവത്തിന്റെ ഭവനത്തെയും അല്ലെങ്കിൽ ദൈവസഭയിലുള്ള മക്കളെയും കുറിച്ച് ആ വീട്ടുകാർ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഞാൻ ഈ വാക്യം വായിച്ചത് അവിടെ പറയുന്നത് ദൈവത്തിന്റെ ഭവനക്കാർ എന്നുള്ള ആ ഒരു പദം അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ വീട്ടുകാർ എന്നുള്ള പദം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. കൂടാതെ തന്നെ ഈ ദൈവസഭയുടെ ഒരു ചിത്രീകരണമായിട്ട് പുതിയ നിയമത്തിൽ മുന്തിരിത്തോട്ടം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മുന്തിരിത്തോട്ടങ്ങളെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ദൈവത്തിന്റെ സഭയെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമെന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ കാന്ത, മണവാട്ടി, ജീവനുള്ള ദൈവത്തിന്റെ സഭ, സത്യത്തിന്റെ തൂൺ എന്നിങ്ങനെയുള്ള പല വാക്കുകളും ഈ ദൈവസഭയെ കുറിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ പുതിയ നിയമത്തിൽ തന്നെ വരുമ്പോൾ ക്രിസ്തു സഭകൾ, വിശുദ്ധന്മാരുടെ സഭകൾ, ദൈവസഭകൾ എന്നീ നിലയിലൊക്കെ വാക്കുകളൊക്കെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ യജമാനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയായ ഭവനത്തിൽ ഉള്ളവർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ അവരുടെ മേൽ ആക്കി വെച്ച ദാസന്മാരെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതാണ് 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവഭവനത്തിലുള്ളവരെ
അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന, അവിടെ പറയുന്നത് തത്സമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ. നമുക്കറിയാം, ഭക്ഷണം എന്ന് പറയുന്നത് വേദപുസ്തകത്ത് പല സ്ഥലങ്ങളിലും ഭക്ഷണം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വിശ്വസ്ത ദാസൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയിലുള്ളവർക്ക് അവർക്ക് തത്സമയത്ത് ആഹാരം കൊടുക്കുന്നവനെ വിശ്വസ്ത ദാസനായിട്ട് ഈ ഉപമയിൽ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയിലെ ഓരോ ദാസീദാസന്മാർ അല്ലെങ്കിൽ ഭവനത്തിൽ ഉൾപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. നമുക്കറിയാം, തീത്തോസിന്റെ ലേഖനത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സഭാകുടുംബത്തിലെ യോഗ്യമായ നടത്ത എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ, നമ്മൾ ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ ഒരു ദാസന്റെ ചുമതല, കർത്തവ്യങ്ങൾ ഏതൊക്കെ നിലയിലായിരിക്കുന്നുവോ അതുപോലെ തന്നെ അവൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിലും അവന് ചില ഉത്തരവാദിത്വങ്ങളും ചില കർത്തവ്യങ്ങളൊക്കെ ദൈവം അവന് ഭരമേൽപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ദാസന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സഭയെ സംബന്ധിച്ച് എല്ലാവരും ദാസന്മാരാണ്. എന്നാൽ ചില ദാസന്മാരെ ദൈവം ആക്കി വച്ചതായിട്ട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് ചില ശുശ്രൂഷകളൊക്കെ ഏൽപ്പിച്ച്, ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ച് മറ്റു ദാസീദാസന്മാരെ പോറ്റുവാനായിട്ട് ചിലരെ ദൈവം ആക്കി വച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. ഭവനത്തിലുള്ളവരെ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ആക്കി വച്ചിട്ടുള്ളവർ. ആ വേർഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ദാസനെ അല്ലെങ്കിൽ ദാസന്മാരെ അവിടെ കർത്താവ് ചില ഉത്തരവാദിത്വങ്ങൾ ആ ഭവനത്തോടുള്ള ബന്ധത്തിൽ അവിടെ അവനെ ആക്കി വച്ചതായിട്ട് കാണുന്നതായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഭയെ സംബന്ധിച്ച് നാം എല്ലാവരും ദാസീദാസന്മാരാണ്. എന്നാൽ സഭയാകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനത്തിൽ ഉൾപ്പെട്ടവരെ അവരെ പഠിപ്പിക്കുവാനും ഉപദേശിപ്പാനും അവരെ പോഷിപ്പിപ്പാനും ഒക്കെ ദൈവം ചിലരെ അവിടെ ആക്കി വച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ കാര്യം തന്നെയാണ് നമ്മൾ ഈ ഉപമയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അവരെ പോഷിപ്പിക്കാനായിട്ട് ചില ദാസന്മാരെ ദൈവം അവിടെ ആക്കി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ വാക്യത്തിൽ തന്നെ ഈ ആക്കി വച്ച ദാസന്മാർ അല്ലെങ്കിൽ ദൈവം അവരെ ഫരമേൽപ്പിച്ചവർ എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് റൂൾ ഓവർ എന്നാണ്. റൂൾ ഓവർ. ഈ റൂൾ ഓവർ എന്നുള്ള പദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അത് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിനോടനുബന്ധിച്ച് ചിന്തിച്ചതാണ്. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവിടെയും ഈ പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൂൾ ഓവർ, അതായത് അവരെ നടത്തിയവർ അല്ലെങ്കിൽ അവരെ പരിപാലിച്ചവർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേ റൂൾ ഓവർ എന്നുള്ള പദം തന്നെയാണ് ഇവിടെ ആക്കി വെച്ച, അതായത് കർത്താവായ യേശുക്രിസ്തു ചില ദാസന്മാരെ അവിടെ ആക്കി വച്ചിട്ടുണ്ട്. അതും ഈ പദപ്രയോഗം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ആരാണ് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ എന്നുള്ളതാണ് ഈ ഒരു ഉപമയിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, അവിടെ ഈ വാക്യത്തില് അതിന്റെ മറുപടി പറയുന്നുണ്ട് എങ്കിലും അതിനോടനുബന്ധിച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതായത് ഒരു ദൈവഭവനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ബുദ്ധിമാനായ അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള ദാസൻ, ദൈവത്തിന്റെ ബുദ്ധിമാനായിട്ടുള്ള ദാസൻ, അതായത് ഫെയ്ത്ത്ഫുൾ ആൻഡ് വൈസ് സർവൻ, വിശ്വസ്തനും ബുദ്ധിമാനുമായിട്ടുള്ള ദാസൻ. അതായത് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവനാണ് വിശ്വസ്തനായിട്ടുള്ള ദാസൻ. അതാണ് 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതായത് തത്സമയത്ത്, അറ്റ് ദി റൈറ്റ് ടൈം, തത്സമയത്ത് ആവശ്യമുള്ളപ്പോഴെല്ലാം വേണ്ടുന്നത് കൊടുക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ആത്മീയനാണ് വിശ്വസ്തനായിട്ടുള്ള ഒരു ദാസൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഭക്ഷണം എന്ന് പറയുന്നത് അത് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദൈവത്തിന്റെ ഭവനത്തിൽ മറ്റ് ദാസീദാസന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിപോഷണവും നടത്തപ്പെടലും ഈ നൽകിക്കൊണ്ടിരിക്കുന്നത് ദൈവം ആക്കി വെച്ചിട്ടുള്ള ഈ ദാസന്മാർ ആയിരുന്നു. അത് അവർക്ക് കൊടുത്തത്
അറ്റ് ദ റൈറ്റ് ടൈമിലായിരുന്നു, അതായത് ആ തത്സമയത്ത് ആയിരുന്നു ഈ ദാസന്മാര് അവർക്ക് വേണ്ടുന്ന പരിപോഷണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും, ഈ ഭവനത്തെ പരിപാലിക്കുന്നവർ ഈ ദൈവം ആക്കി വെച്ച ദാസന്മാർ ആയിരുന്നു. അതായത് ഈ ദൈവഭവനത്തെ പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്നത് ഈ ദൈവം ആക്കി വെച്ച വിശ്വസ്തനായിട്ടുള്ള ദാസൻ ആയിരുന്നു. ഈ പരിപാലനം എന്ന് പറയുമ്പോൾ ദൈവസഭയ്ക്കും അകത്തും പരിപാലനമുണ്ട്, പുറത്തും പരിപാലനമുണ്ട്. എന്നീ നിലയിലൊക്കെ ഈ ദാസന്മാര് ഈ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മറ്റു ദാസിമാർക്ക് വേണ്ടുന്ന പരിപാലനം അകത്തും പുറത്തും നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു വിശ്വസ്ത ദാസൻ എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്കറിയാം, ഇത് ചിന്തിക്കുമ്പോൾ ഇത് അല്പമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് മറ്റു ദാസന്മാരെ പരിപാലിക്കുക, വിശ്വസ്തയോടെ അവർക്ക് വേണ്ടുന്ന തത്സമയത്ത് വേണ്ടുന്ന ആത്മീയ ഭക്ഷണം കൊടുക്കുക, അതൊക്കെ ഒരു ദാസനെ സംബന്ധിച്ച് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇരിക്കുന്നു. അത് ഏറ്റവും വിശ്വസ്തയോടുകൂടി തന്നെ ചെയ്യണം. അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ദാസനെ സംബന്ധിച്ച് അത് ഏറ്റവും തത്സമയത്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു ആക്കി വയ്ക്കപ്പെട്ട ഒരു ദാസൻ തന്നെ ആയിരിക്കണം. നമ്മൾ ഉദാഹരണമായിട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഭവനത്തോടുള്ള ചിന്തിക്കുമ്പോൾ, ഒരു ഭവനത്തിൽ ആ ഭവനത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ഭവനത്തിലെ ഗൃഹനാഥൻ തന്നെ ആയിരിക്കും. നമുക്കറിയാം, ഒരു ഭവനത്തിൽ ആ ഭവനത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ആ ഗൃഹനാഥൻ നിർവഹിക്കേണ്ടതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അത് വ്യക്തിപരമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. ആ ഭവനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഭവനത്തിലെ ക്രമീകരണങ്ങൾ, ആ ഭവനത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നീ നിലയിലൊക്കെ ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ ആ ഭവനത്തിൽ ആ വ്യക്തിക്ക് വളരെ ഉത്തരവാദിത്വങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ ഉത്തരവാദിത്വങ്ങൾ തന്നെയാണ് ഒരു ദാസൻ എന്ന നിലയിൽ ദൈവമാക്കി വയ്ക്കപ്പെട്ട ഒരു ദാസൻ സഭയോടുള്ള ബന്ധത്തിൽ അവന് ആ കുടുംബത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയിലും ചെയ്യേണ്ടുന്നത് അത്യന്ത അപേക്ഷിതം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ നമ്മുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില ചിന്താഭാരങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതായത് ആ ഭവനത്തിൽ ഞാൻ ആക്കി വയ്ക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കാറുണ്ട്. ആ ഒരു ഭരിക്കാറുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭവനത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒരു സഭയിൽ വരുമ്പോൾ ദൈവം എനിക്ക് ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് ഒരു ആക്കി വയ്ക്കപ്പെട്ട ഒരു മനോഭാവം നമ്മളിൽ നിന്ന് ഉണ്ടായില്ല എങ്കിൽ വിശ്വസ്തയോടുകൂടി നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു ആക്കി വയ്ക്കപ്പെട്ടതിന്റെ ആ ഒരു മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ വിശ്വസ്ത ദാസൻ എന്ന് പറയുമ്പോൾ അത് യജമാനന്റെ വാക്കുകളെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കണം. അതായത് യജമാനൻ എന്തു പറയുന്നുവോ അതുപോലെ അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം ഈ ദാസൻ എന്ന് പറയുന്നത്. നമ്മൾ സദൃശവാക്യങ്ങളിൽ വരുമ്പോൾ 27-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. യജമാനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ യജമാനൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കൃത്യതയോടെ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥ ഒരു വിശ്വസ്ത ദാസൻ എന്ന് പറയുന്നത്. യജമാനെ അനുസരിക്കുകയും യജമാനെ കീഴടങ്ങി ജീവിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ദാസൻ എന്ന് പറയുന്നത്. നമ്മളെ തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ ഈ 2-ാം അധ്യായം ആ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പറയുന്നതാണ്, ദാസന്മാർ യജമാനന്മാർക്ക് കീഴടങ്ങി ജീവിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. ദൈവം എന്ത് പറയുന്നുവോ അതുപോലെ നിവർത്തിക്കുന്നവനാണ് ഒരു വിശ്വസ്തദാസൻ എന്ന് പറയുന്നത്. ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ ദാസനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ഉപമയിൽ ചിന്തിക്കാവുന്ന അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ ദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ ദൈവമാകുന്ന ദൈവസഭയിലെ ആ വിശ്വാസികളെ, ദാസീദാസന്മാരെ, അവർക്ക് തക്ക സമയം വേണ്ടുന്ന ആഹാരം നൽകുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, പോഷണങ്ങൾ കൊടുക്കുക, അത് ഏതുവരെ ചെയ്യണം, അല്ലെങ്കിൽ ആ ദാസൻ എന്നുവരെ, അല്ലെങ്കിൽ ഏതുവരെ ആ വേല തുടരണം എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ 46-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. എങ്ങനെ ചെയ്തു കാണുന്ന ദാസന്മാരാ? അതായത് അതിന്റെ തൊട്ടു മുകളിലുള്ള വാക്യം നമ്മൾ ഒന്നുകൂടി വായിക്കണം. വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന ദാസന്മാർ. അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന ദാസന്മാർ യജമാനൻ വരുമ്പോൾ ആ ഒരു പ്രക്രിയയിൽ തുടരുന്ന ദാസനാണ് അത് വിശ്വസ്തദാസൻ. ആ ഒരു കർത്താവായ യേശുക്രിസ്തു, നമ്മൾ യജമാനൻ എന്ന് പറയുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഉപമയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ യജമാനൻ വരുമ്പോൾ ഈ ഒരു ശുശ്രൂഷ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. അതാണ് വിശ്വസ്തദാസൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ യജമാനൻ വരുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ യജമാനന്റെ മടങ്ങി വരവരെ ചെയ്യണം. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ഈ ശുശ്രൂഷ അവൻ തന്റെ മരണം വരെ വിശ്വസ്തയോടുകൂടി ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ, ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്ന ദാസൻ അവൻ വരുമ്പോൾ കാണുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ അവൻ ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ അവന്റെ ജീവിതം ഏതുവരെ മുന്നോട്ട് പോകുന്നുവോ അതുവരെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വസ്തതയിൽ അവൻ തുടർന്നു കൊണ്ടേയിരിക്കണം. ഒന്നുകിൽ ആ വ്യക്തി മരണപ്പെടണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് സംഭവിക്കണം. ഈ രണ്ട് കാര്യങ്ങളിലും അവൻ തന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇതാണ് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനെന്ന് ഈ ഉപമയിൽ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉപമയില് വിശ്വസ്തനും ബുദ്ധിമാനുമായിട്ടുള്ള ദാസൻ അവൻ ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ അവൻ തുടർന്നു കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ കൂടാതെ തന്നെ ഈ ബുദ്ധിമാനായ ദാസൻ എന്ന് പറയുമ്പോൾ, ഈ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ എന്ന് ഇവിടെ പറയുമ്പോൾ ഈ അതിബുദ്ധി കാണിച്ച ദാസന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിബുദ്ധി കാണിച്ച ദാസന്മാർ, അതായത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇവിടെ വളരെ ഈ ഉപമയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ അല്ലെങ്കിൽ വീട്ടുകാരെ അവരെ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ആക്കി വെച്ച ദാസന്മാർ. ഈ ആക്കി വെച്ച ദാസന്മാർ അവർ ഈ വിശ്വസ്തത കാണിക്കാതെ അതിബുദ്ധി കാണിച്ചിട്ടുണ്ട്. അതും ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 48-ാമത്തെ വാക്യം. ആ 48-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. അവൻ യജമാനൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് പറഞ്ഞു. നമ്മളൊന്ന് ഓർക്കുക, ഈ ദാസനെയും ദൈവം ഏൽപ്പിച്ചവനാണ്. ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആക്കി വെച്ച ഒരു ദാസനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ എന്താ ചെയ്തത്? അവൻ ദുഷ്ടദാസനായിട്ട് തീർന്നു. അതായത് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ വിശ്വസ്തത കാണിക്കാതെ അവനൊരു ദുഷ്ടദാസനായിട്ട് തീർന്നു. ഈ ദുഷ്ടദാസൻ എന്താണ് ചെയ്തതെന്ന് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, അവൻ കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോട് കൂടി തിന്നുവാനും കുടിപ്പാനും തുടങ്ങി. നല്ല ദാസനാ അല്ലേ? ദൈവം ഏൽപ്പിച്ച ആ ഒരു വിശ്വസ്തത കാര്യങ്ങൾ, ശുശ്രൂഷകൾ അവഗണിച്ചുകൊണ്ട് എന്താ ചെയ്തത്? അവൻ കൂട്ടുദാസന്മാരെ അടിക്കാൻ തുടങ്ങി. കൂട്ടുദാസന്മാരെ അടിക്കാൻ തുടങ്ങി. ഈ അടിക്കുക അല്ലെങ്കിൽ ഈ കൂട്ടുദാസന്മാരെ അടിക്കുക എന്നത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ല പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്മൈറ്റ് ഹിസ് ഫെല്ലോ സർവൻസ്. അതായത് അവിടെ അടിക്കുക എന്നല്ല പറയുന്നത്, ഈ കൂട്ടുദാസന്മാരെ
പീഡിപ്പിക്കുക, പിന്നെ കുത്തുക, അല്ലെങ്കിൽ പ്രഹരിപ്പിക്കുക. കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവൻ കളഞ്ഞിട്ട് ഒരു ദുഷ്ടദാസനായിട്ട് അവൻ തീർന്ന് കൂട്ടുദാസന്മാരെ കുത്തുകയും പ്രഹരിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്തോ ദാസനല്ലേ? അവന് ദൈവം ഏൽപ്പിച്ച അതേ വിശ്വസ്തയായിട്ട് ചെയ്യുവാൻ അവന് സാധിച്ചില്ല, അത് പോട്ടെ. കൂടാതെ തന്നെ അവൻ അതിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക? കൂടെ അവനെ പോലെയുള്ള ഈ കൂട്ടുദാസന്മാരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ കൂട്ടുദാസൻ എന്ന് പറയുമ്പോൾ ദൈവം കുറെ കാര്യങ്ങളൊക്കെ ഇതുപോലെ അവനെ ഏൽപ്പിച്ചതുപോലെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ദാസന്മാരായിരിക്കാം. അവരെ കൂടെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് അവരെ പ്രഹരിപ്പിച്ച് അവരെ ദണ്ഡിപ്പിച്ച് അവരിൽ നിന്ന് കുത്തുകയാണ്. ഇതൊക്കെ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു ദാസന്റെ ഒരു ജീവിത ലക്ഷണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഈ ദുഷ്ടദാസനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവന്റെ വിശ്വസ്തതയെല്ലാം അവൻ കൈവിട്ടു എന്ന് പറയുമ്പോൾ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവൻ ഒഴിഞ്ഞു മാറി, അവൻ കൈവിട്ടു. അവൻ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയായിട്ട് അവൻ മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. കൂടാതെ തന്നെ ദൈവം അവനെ ആക്കി വച്ചു എന്നുള്ള കാര്യവും അവൻ വിട്ടുകളഞ്ഞു. അവനെ ദൈവമാണ് ഈ ദാസന്മാരുടെ അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ ഭവനത്തിലുള്ളവരെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും വേണ്ടിയിട്ട് ദൈവം എന്നെ ആക്കി വച്ചു എന്നുള്ളൊരു മനോഭാവം അവൻ വിട്ടുകളഞ്ഞു. അവനൊരു ദുഷ്ടദാസനായിട്ട് തീർന്നതായിട്ടാണ് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവൻ എന്താ ചെയ്തത്? ഇവൻ ദുഷ്ടദാസനായിട്ട് തീർന്നിട്ട് ഇവൻ ചെയ്തത്, അവൻ പറഞ്ഞതിന് ഒരു കാരണമെന്ന് പറയുന്നത് യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് എന്താണ് കർത്താവിന്റെ ഈ മടങ്ങിവര അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങിവര, ആ വാക്യം അങ്ങനെ തന്നെ അവിടെ വായിക്കുന്നു. കർത്താവിന്റെ യജമാനന്റെ മടങ്ങിവരവ് താമസിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ് അവൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ അവൻ പിന്തിരിഞ്ഞ് ഒരു ദുഷ്ടദാസനായിട്ട് അവൻ മാറിത്തീരുകയാണ് അവിടെ ചെയ്തത്. ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ദൈവം എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് മടങ്ങി വരുന്നില്ല? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ കർത്താവ് വന്നിരുന്നുവെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നു. അല്ല, അവൻ വരുന്നില്ലല്ലോ എന്ന് കണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയൊക്കെ മടക്കി കെട്ടി പെട്ടിയിൽ വെച്ച് ഒരു പൂട്ടി വെച്ച് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് നാം ഓരോരുത്തരുമായി തീരാറുണ്ടോ? എന്നാൽ ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. നീ വിശ്വസ്തദാസനായിരിക്കണം, നീ ബുദ്ധിമാനായിട്ടുള്ള ഒരു ദാസൻ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി അവൻ ദുഷ്ടദാസനായിട്ട് തീർന്നത് ഒരുപക്ഷെ അവൻ ചിന്തിച്ചു കാണും, എന്നെ ആക്കി വെച്ചിരുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ഓർമ്മയും കാഴ്ചപ്പാടും ചിലപ്പോൾ ഈ ദുഷ്ടനായി തീർന്ന ദാസന്റെ മനസ്സിൽ വന്നു കാണും. ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല, അതിലൊക്കെ എത്രയോ വലുതാണ് അവൻ അവിശ്വസ്തത കാണിച്ചുകൊണ്ട് അവൻ ദുഷ്ടനായി തീർന്ന് അതിനൊക്കെ ഈ അവിശ്വസ്തത കാണിച്ച ആ കണക്കിന് പുറമെ അതിലും വലുതായിട്ടുള്ള ഒരു കണക്ക് ഞാൻ ഇനി ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ഓർമ്മയും കാഴ്ചപ്പാടും ഈ ദാസന് നഷ്ടപ്പെട്ടു പോയി. അവൻ ചിന്തിക്കുന്നത് ഞാൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ആക്കി വെച്ചെടുത്ത് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള കാര്യം മാത്രമാണ് അവൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് അവൻ അതൊക്കെ വിട്ട് ഒരു ദുഷ്ടദാസനായിട്ട് തീർന്നു. എന്നാൽ നാം ഇങ്ങനെ ചിന്തിക്കണം, അതിലൊക്കെ എത്രയോ വലുതാണ് അവൻ അവിശ്വസ്തത കാണിച്ച് ദൈവത്തോട് നന്ദികേട് കാണിച്ച് അവൻ മാറി നിന്ന് ഒരു ദുഷ്ടദാസനായിട്ട് തീർന്ന് അതിനൊക്കെ അവൻ കൂട്ടുദാസന്മാരെ പീഡിപ്പിക്കുകയും കുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തതിനൊക്കെ വലിയൊരു കണക്ക് ദൈവത്തിന്റെ മുമ്പാകെ ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഓർമ്മ അവന് ഇല്ലാതെ പോയി. പ്രിയമുള്ളവരെ, ഇത് നമ്മള് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നാം ഒരു ദുഷ്ടദാസനായിട്ട് തീർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വത്തിൽ നാം ഒരു
വിശ്വസ്ത ദാസനായിട്ടാണോ നാം ഇപ്പോഴും പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്? കൂടാതെ തന്നെ ആ വാക്യത്തിൽ 50-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ ദുഷ്ടദാസന് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 50-ാമത്തെ വാക്യം, ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കും, കപടഭക്തിക്കാരോട് കൂടി പങ്കു കൽപ്പിക്കും. ഇതേ വാക്യം തന്നെയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 47-ാമത്തെ അധ്യായത്തിലുള്ള ആ ഉപമയിലും പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ പങ്ക് കൽപ്പിക്കും എന്നുള്ളതിന് പകരം അവിടെ പറഞ്ഞിരിക്കുന്നത് അവന് വളരെ അടികൊള്ളും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം ആക്കി വെച്ച കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു ദുഷ്ടദാസനായി തീർന്ന അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്തുകൊണ്ടാണ് അവൻ പിന്മാറ്റി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറിപ്പോയതിന് ഒരു കാരണം എന്ന് പറയുന്നത് യജമാനൻ മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ പിന്തിരിഞ്ഞു പോയി. അപ്പോൾ എന്നിട്ട് ഈ 50-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കും. കൂടാതെ തന്നെ അവിടെ പറയുകയാണ്, കപടഭക്തിക്കാരോടുകൂടി പങ്ക് കൽപ്പിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഇവൻ ഈ കപടഭക്തിക്കാരോട് പങ്ക് കൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അവൻ ഇത്രയും നാൾ ചെയ്ത ദൈവം ആക്കി വെച്ച ആ ശുശ്രൂഷയിൽ അവൻ ഒരു യഥാർത്ഥമായിട്ട് ഒരു വിശ്വസ്തത അല്ല കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവന് കപടഭക്തിക്കാരോട് പങ്ക് കൽപ്പിക്കും എന്ന് പറയുന്നത്. കപടഭക്തിക്കാരോട് പങ്ക് കൽപ്പിക്കും. കപടഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, അതായത് ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നു, പ്രമാണിക്കുന്നു, ദൈവത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അവന്റെ ആ പ്രവർത്തികളൊന്നും ആ ഒരു മനസ്സിലെ വിശ്വാസമോ ചിന്തയുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ലാത്ത ഒരു കള്ളഭക്തി അല്ലെങ്കിൽ ഒരു കപടമായിട്ടുള്ള ഒരു ഭക്തിയായിട്ട് പുറത്തു വരും. അപ്പോൾ അതാണ് ഈ കപടഭക്തി എന്ന് പറയുന്നത്. ഈ പരീശന്മാരെയൊക്കെ കുറിച്ച് നമുക്കറിയാം, സുവിശേഷത്തില് കപടഭക്തി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട്, ഒരു കപടഭക്തിയുടെ ഒരു പൊസിഷനിലോട്ട് ഈ ഒരു ദുഷ്ടദാസൻ ആയിത്തീരുകയാണ്. കൂടാതെ തന്നെ ഈ ദുഷ്ടദാസനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നത് കപടഭക്തിക്കാരെന്നാണ് ആ ദുഷ്ടദാസനെ കുറിച്ച് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ ദുഷ്ടദാസനെ കുറിച്ച് അവന് പറയുന്ന, അല്ലെങ്കിൽ അവന് വന്ന് ഭവിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ചാണ് അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിൽ, മത്തായി എഴുതിയ സുവിശേഷം 24-ന്റെ അവസാനത്തെ വാക്യത്തിൽ പറയും, യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടി പങ്ക് കൽപ്പിക്കും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതായത് ഒരു ശരിയായ നിലയിലുള്ള ഒരു ബഹുമാനമോ അർഹതയോ യജമാനൻ വരുമ്പോൾ ഈ ഒരു ദാസന് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, അതോടുകൂടി എല്ലാം അവസാനിച്ചു, ഇനി എനിക്ക് നരകത്തിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, എനിക്ക് സ്വർഗത്തിൽ തന്നെ പോകാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം നമ്മെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മളെ വിശ്വസ്തത കാണിച്ചില്ല എങ്കിൽ അതിനൊത്ത ഒരു പ്രതികരണം, അല്ലെങ്കിൽ അതിനൊത്ത ഒരു റിവാർഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ആ ഒരു റിവാർഡ് തന്നെ ആയിരിക്കണം ഈ ദുഷ്ടനായ ദാസനും അവിടെ ലഭിക്കുവാനായിട്ട് പോകുന്നത്. ദുഷ്ടദാസൻ അവൻ ദൈവത്തോട് കപടഭക്തിയും അവിശ്വസ്തതയും കാണിച്ചതായിട്ട് ഈ ദുഷ്ടദാസനിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഈ ദുഷ്ടദാസൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നല്ല ദാസനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ നല്ല ദാസനെ കുറിച്ച് പറയുന്നത്, അവൻ വിശ്വസ്തയോടുകൂടി അല്ലെങ്കിൽ സത്യസന്ധമായിട്ട്
അവൻ ദൈവം അവനെ ആക്കി വച്ചിരിക്കുന്ന നാൾ വരെ, അല്ലെങ്കിൽ യജമാനൻ മടങ്ങി വരുന്നത് വരെ അവൻ വിശ്വസ്തയോടുകൂടി അവൻ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവന് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നു. അവൻ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അവിടെ യജമാനൻ പറയുന്ന ഒരു വാക്കാണ്. അവൻ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനായി തീർന്നത് കൊണ്ട്, അവൻ സത്യസന്ധതയോടുകൂടി അവൻ മുന്നോട്ട് പോയത് കൊണ്ട് അവനെ ഞാൻ സകലത്തിലും യജമാനൻ ആക്കി വെക്കും. സകലത്തിലും ഞാൻ അവനെ യജമാനൻ ആക്കി വെക്കും എന്ന് പറയുന്നു. നമ്മളെ ഇതിന്റെ 25-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ അവിടെ താലന്തുകളുടെ ഉപമയെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ് അവിടെയും പറയുന്നത്. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടി നേടിയപ്പോൾ അവിടെ യജമാനൻ ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ ഈ ദുഷ്ടദാസനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവിടെ അവനെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നാണോ പറഞ്ഞത്? അല്ല. അവനെ കുറിച്ച് യജമാനൻ പറഞ്ഞത് എന്താണ്? നിനക്ക് കപടഭക്തിക്കാരോട് കൂടി പങ്ക് കൽപ്പിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മില് വളരെ അന്തരംഗമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ദാസൻ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ആ ശുശ്രൂഷകൾ ഉത്തരവാദിത്തത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചപ്പോൾ അവിടെ യജമാനൻ പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസൻ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, കർത്താവായ യേശുക്രിസ്തു ഒരു ദാസൻ എന്നുള്ള നിലയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസത്വം നമ്മളത് ചിന്തിച്ച് പഠിച്ചൊരു കാര്യമാണ്. അവൻ എങ്ങനെയൊക്കെ ജീവിച്ചു, അല്ലെങ്കിൽ പിതാവ് തനിക്ക് എന്തൊക്കെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവൻ എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഭൂമിയിൽ ചെയ്തു എന്നുള്ളത് ഈ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മാതൃക തന്നേച്ചു പോയിരിക്കുകയാണ്. ഈ മാതൃകയെ പിന്തള്ളി അവിശ്വസ്തത കാണിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. പ്രിയമുള്ളവരെ, ദൈവം നേരിട്ട് ഒരു കാര്യം ഇവിടെ ഈ ദാസനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിന്നെ ആക്കി വച്ചിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെയാണ് ആ ഉപമയിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിന്നെ പേർ ചൊല്ലി നിന്നെ അതിനു വേണ്ടി ആക്കി വച്ചിരിക്കുകയാണ്. എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട്, അല്ലെങ്കിൽ മാറിപ്പോകുവാനായിട്ട് ഒരു ദാസന് എങ്ങനെ കഴിയും? ഇത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ നമുക്ക് ഈ തക്ക സമയത്ത് ആഹാരം കൊടുക്കാതെ, അല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ആഹാരം കിട്ടാതെ വിശന്ന് വലഞ്ഞ് ഒരു പട്ടിണിയൊക്കെ ആയി, അല്ലെങ്കിൽ തളർന്നു പോയി, ഞാൻ പറയുന്നത് കൂട്ടുദാസന്മാരെ കുറിച്ചാണ്, അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ആയി പോയിക്കൊള്ളട്ടെ എന്നുള്ളൊരു മനോഭാവം കർത്താവ് യജമാനൻ ആക്കി വെച്ച ഒരു വിശ്വസ്ത ദാസന് എങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും? ഒരിക്കലും സാധിക്കത്തില്ല. ഒരു വിശ്വസ്ത ദാസന് ഈ ഒരു കാര്യങ്ങളൊക്കെ അവന്റെ ചിന്തയിൽ വന്നുകൊണ്ടേയിരിക്കും. അതാണ് വിശ്വസ്ത ദാസൻ എന്ന് പറയുന്നത്. അവൻ എന്നേക്കും നിലനിൽക്കും. അല്ലാതെ നാം ഇപ്പോൾ പറഞ്ഞതുപോലെ അവിശ്വസ്തത കാണിച്ച് ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നമ്മളിവിടെ പറഞ്ഞതാണല്ലോ, അതായത് കൂടെയുള്ള കൂട്ടുദാസന്മാരെ പീഡിപ്പിക്കുകയാണ്. എന്തിനെ നിങ്ങൾ ഇത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഇയ്യോബിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, അവന് ആ ഒരു അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അവന്റെ ഭാര്യ തള്ളി പറഞ്ഞത്, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർ വന്ന് പലവിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ
അവൻ ഈ ഒരു ദാസൻ എന്ന് പറഞ്ഞ് അവൻ ഒരു ദുഷ്ടദാസനായിട്ട് തീർന്ന് കൂടെയുള്ള കൂട്ടുദാസന്മാരെ പീഡിപ്പിക്കുകയും പ്രഹരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടദാസനായിട്ട് തീരുകയാണ്. ദുഷ്ടദാസൻ. ഇതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മടുപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക, ഇത് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നിന്നെക്കുറിച്ച് ദൈവം എന്താണ്, നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതിൽ നീ വിശ്വസ്തയോടുകൂടി നീ മുന്നോട്ട് പോവുക. അതാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിശ്വസ്തത കാണിക്കുവാനായിട്ട് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം നിന്നെക്കുറിച്ച് നേരിട്ട് നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് എങ്ങനെ അവിശ്വസ്തത കാണിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും? കേവലം മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ മാനുഷിക കാര്യങ്ങൾക്ക് വേണ്ടി ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ പരിപോഷിക്കുവാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി ഒരു ദുഷ്ടദാസനായിട്ട് തീരുവാനായിട്ട് എങ്ങനെ സാധിക്കും? അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുവാനായിട്ട് പാടില്ല. ഒരു ദുഷ്ടദാസനായിട്ട് തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. കേവലം നമ്മുടെ ജീവിതം, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം തീരുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞിട്ടും ആണല്ലോ ഇനി മുകളിലോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ആദ്യം ഭൂമിയിലെ കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്തിട്ട് മതി ഉയരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരു മുൻതൂക്കം കൊടുക്കുന്നതും ഒരു പ്രധാന സ്ഥാനം കൊടുക്കുന്നതും അതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നതും. അപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുമ്പോൾ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കാതെ കഴിയും, അതിനോട് വിശ്വസ്തത കാണിക്കാതിരിക്കാൻ കഴിയും, കൂടാതെ തന്നെ ഒരു ദുഷ്ടദാസനായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം ഇങ്ങനെയല്ല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നീ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അല്ലെങ്കിൽ ഭൂമിയിൽ നീ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ചോ അതിന് ഒരു വില തന്നെ ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ യജമാനൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ച കാര്യമാണ്. നല്ലതും വിശ്വസ്തനുമായിട്ടുള്ള ദാസൻ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. ഒരിക്കലും ഒരു ദുഷ്ടദാസനെ കുറിച്ച് യജമാനന് പറയുവാനായിട്ട് സാധിക്കത്തില്ല എന്റെ സന്തോഷത്തിലോട്ട് പ്രവേശിക്കാം. അവനെ ഒരു ദുഷ്ടദാസനായി തീർന്നു, മറ്റുള്ളവരെ കൂടെ അവൻ ദുഷ്ടദാസന്മാരാക്കി തീർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനിവിടെ നിർത്തട്ടെ. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് ദാസന്മാർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് പഠിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഇനി പല നല്ല ആലോചനകൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത സീരീസിൽ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്ന നാളുകളിൽ ഒരു വിശ്വസ്തനും ബുദ്ധിമാനുമായിട്ടുള്ള ഒരു ദാസനായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നേക്കാം. എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് കർത്താവാണ് നിന്നെ ആക്കി വച്ചിരിക്കുന്ന ദാസന്മാരുടെ ദാസിമാരുടെ മധ്യേ കർത്താവ് നിന്നെ ആക്കി വച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നീ മുന്നോട്ട് പോകണം. പോയില്ല എങ്കിൽ നീ ഒരു ദുഷ്ടദാസനായിട്ട് തീരും. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഒരു ദാസനായിട്ട് തീരും. മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്തൊരു ദാസനായിട്ട് തീരും. യജമാന്റെ സ്വസ്ഥതയിൽ സന്തോഷത്തോടെ പ്രവേശിക്കുവാൻ സാധിക്കാത്ത ഒരു ദാസനായിട്ട് തീരും. വരുന്ന ദിവസങ്ങളിൽ ഈ വചനങ്ങൾ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.